ഹായ് ഓൾ, ഞാൻ ഫഹ്മിദ ഹന്ന, കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റാണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സൈക്കോളജിയെക്കുറിച്ച് ഒരുപാട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഈ വീഡിയോയിൽ നമ്മൾ കൗൺസിലിങ്ങിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. കൗൺസിലിംഗ് എന്ന ടേം പറയുമ്പോൾ തന്നെ പലരുടെയും മനസ്സിൽ തെളിയുന്നത് ഉപദേശം, മോട്ടിവേഷൻ കൊടുക്കൽ, ഇങ്ങനെയുള്ള പദങ്ങളാണ് ആളുകളുടെ മനസ്സിൽ തെളിയുന്നത്. യഥാർത്ഥത്തിൽ കൗൺസിലിംഗ് എന്ന് പറയുന്നത് ഒരു ട്രീറ്റ്മെൻറ്റ് പ്രോസസ്സാണ്. അതിൽ ക്ലയൻറ്റ് അഥവാ കൗൺസിലിങ്ങിന് വരുന്ന വ്യക്തി, അതുപോലെ തന്നെ കൗൺസിലർ എന്നീ രണ്ട് പേര് ഒരുമിച്ച് വർക്ക് ചെയ്യേണ്ട ഒരു പ്രോസസ്സാണ് കൗൺസിലിംഗ് എന്ന് പറയുന്നത്. പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് കൗൺസിലിംഗ് സക്സസ് ആയിട്ടില്ല, ഒരുപാട് തവണ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു, പക്ഷേ പ്രത്യേകിച്ച് ബെനിഫിറ്റ് ഒന്നും കിട്ടിയിട്ടില്ല എന്നിങ്ങനെ പരാതികളായിട്ട് ഒരുപാട് പേര് പറഞ്ഞു കേൾക്കാറുണ്ട്. യഥാർത്ഥത്തിൽ നമ്മളിവിടെ സൂചിപ്പിച്ച പോലെ തന്നെ കൗൺസിലർ ഒരുപാട് ഹെൽപ്പും കാര്യങ്ങളും അവരുടെ ഭാഗത്ത് നിന്ന് ചെയ്യുന്ന സമയത്ത് ക്ലയൻറ്റിൻ്റെ ഭാഗത്തു നിന്നും ഒരു സഹകരണം കൂടി നമുക്ക് ആവശ്യമാണ്. ക്ലയൻറ്റിന് കൗൺസിലർ ഒരുപാട് വർക്കും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടായിരിക്കും. ആ വർക്ക് പ്രോപ്പറായിട്ട് ചെയ്യുക എന്നുള്ളത് ക്ലയൻറ്റിൻ്റെ കടമയാണ്. സോ അവർ രണ്ട് പേരും ഒരുമിച്ച് മുന്നോട്ട് പോയെങ്കിലേ നമുക്കൊരു കൗൺസിലിംഗ് സക്സസ് ആക്കി എടുക്കാനായിട്ട് പറ്റുകയുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ കൗൺസിലിംഗ് പല ടൈപ്പിലായിട്ട് പറയാറുണ്ട്. ഒന്ന് പ്രീമറിറ്റൽ കൗൺസിലിംഗ് ആണ്, അഥവാ വിവാഹത്തിൻ്റെ മുന്നേ കപ്പിൾസിന് കൊടുക്കുന്ന കൗൺസിലിങ്ങിനെയാണ് നമ്മൾ പ്രീമറിറ്റൽ കൗൺസിലിംഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ജെറിയാട്രിക് കൗൺസിലിംഗ് ആണ്, അഥവാ പ്രായമായ ആളുകൾക്ക് കൊടുക്കുന്ന കൗൺസിലിംഗ്, ചൈൽഡ് കൗൺസിലിംഗ് കുട്ടികൾക്ക് കൊടുക്കുന്ന കൗൺസിലിംഗ്, ടീനേജ് കൗൺസിലിംഗ് കൗമാരക്കാർക്ക് കൊടുക്കുന്ന കൗൺസിലിംഗ്, ഫാമിലി കൗൺസിലിങ്ങിനെ കുറിച്ച് പറയുന്ന സമയത്ത് പല സമയത്തും ഫാമിലി കൗൺസിലിംഗ് അതുപോലെ തന്നെ കപ്പിൾ കൗൺസിലിംഗ്, ഇവിടെ ഫാമിലി കപ്പിൾസ് തമ്മിൽ കോൺഫ്ലിക്റ്റ് ഉണ്ടായിരിക്കും. അവിടെ ഒരാൾ മാത്രം, ഇപ്പോൾ കപ്പിളാണെങ്കിൽ ഭർത്താവ് മാത്രം കൗൺസിലിങ്ങിന് വരുന്നു, അല്ലെങ്കിൽ ഭാര്യ മാത്രം കൗൺസിലിങ്ങിന് വരുന്നു. ഇങ്ങനെ വരുന്ന സമയത്ത് പലപ്പോഴും നമുക്ക് വേണ്ടത്ര റിസൾട്ട് നേടിയെടുക്കാനായിട്ട് പറ്റാതെ വരാറുണ്ട്. സോ ഒരു കപ്പിൾ കൗൺസിലിംഗ് ഒക്കെ പോകുന്ന സമയത്ത് രണ്ട് പേര് ഒരുമിച്ച് വില്ലിംഗ് ആയിട്ട് വരിക എന്നുള്ളത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. കരിയർ കൗൺസിലിംഗ്, എഡ്യൂക്കേഷണൽ കൗൺസിലിംഗ്, സ്കൂൾ കൗൺസിലിംഗ്, ഇങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് കൗൺസിലിംഗ് പ്രോസസ്സുകൾ നിലവിലുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് പേര് പരാതി പറയുന്നൊരു സംഭവമാണ് കൗൺസിലിംഗ് ഒരുപാട് തവണ പോവണം, ഒരുപാട് ക്യാഷ് ചിലവാക്കണം. നമ്മളിതിനെക്കുറിച്ച് മുന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, കൗൺസിലിംഗിന് വരുന്ന വ്യക്തി എന്ന് പറയുന്നത് തികച്ചും സ്ട്രേഞ്ചർ ആയിട്ടുള്ളൊരു വ്യക്തിയാണ്. സോ അവരായിട്ട് റാപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്തെടുക്കണം, അതായത് അവരായിട്ട് നല്ലൊരു ബന്ധം നമ്മൾ നേടിയെടുക്കണം. അതിൻ്റെ ശേഷം കൗൺസിലിംഗ് പ്രോസസ്സിലോട്ട്, കൃത്യമായ പ്രോസസ്സിലോട്ട് കിടക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രൊസീജിയർ എന്ന് പറയുന്നത്. റാപ്പോർട്ട് മുതൽ ടെർമിനേഷൻ വരെ നീണ്ടു നിൽക്കുന്ന ഒരു പ്രോസസ്സാണ് കൗൺസിലിംഗ് എന്ന് പറയുന്നത്. ഇപ്പോൾ കൗൺസിലിംഗ് സക്സസ് ആവണമെങ്കിൽ ക്ലയൻറ്റും അതുപോലെ തന്നെ കൗൺസിലറും നല്ല ക്ഷമ കൈവരിക്കണം എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കണം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഇന്ന് നമ്മളുടെ സൊസൈറ്റിയിൽ കൗൺസിലിംഗ് വ്യാജന്മാർ വളരെയധികം കൂടിയിട്ടുണ്ട്. അതായത് 2 മാസം കൊണ്ട്, 3 മാസം കൊണ്ട്, 6 മാസം കൊണ്ട് മാത്രം കൗൺസിലിംഗ് പഠിച്ചിട്ട് കൗൺസിലിംഗ് ചെയ്യാനിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. സോ നമ്മളൊരു കൗൺസിലിങ്ങിന് പോകുന്ന സമയത്ത് ആ വ്യക്തിക്ക് കൃത്യമായ ക്വാളിഫിക്കേഷൻ ഉണ്ടോ, പ്രാക്ടിക്കൽ നോളജ് ഗെയിൻ ചെയ്തിട്ടുണ്ടോ, എക്സ്പീരിയൻസ് ഉണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് നമ്മൾ അന്വേഷിച്ച് ഉറപ്പ് വരുത്തുക എന്നുള്ളത് നമ്മൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സോ ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോ. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരേക്കും ടാറ്റ, ബൈ ബൈ.